ഹലോ, നമസ്കാരം. രാവിലെ ഏറ്റവും നേരത്തെ എണീക്കുക ഞാനല്ല കേട്ടോ, എൻ്റെ മോളാണേ. അവൾക്ക് പഠിക്കാനുള്ളതുകൊണ്ട് അവൾ പറയും, അമ്മ സുഖമായിട്ട് കുറച്ച് നേരം ഉറങ്ങിക്കോളൂ, ഇപ്പോൾ ഒന്ന് എണീക്കേണ്ടെന്ന് പറഞ്ഞിട്ട് അവൾ നേരത്തെ എണീക്കും. ഒരു ദിവസം എന്തോ കാര്യം പറഞ്ഞപ്പോൾ പറയായിരുന്നു, അപ്പുറത്തെ റൂമിൽ ഇരുട്ടായപ്പം സ്കിൻ വോക്കറോ മറ്റോ വരുമോ എന്നൊക്കെ ഞാൻ അങ്ങനെ പേടിച്ചു എന്ന്. ഞാൻ പറഞ്ഞു, സ്കിൻ വോക്കറോ? ഒരു മിനിമം കള്ളിയങ്കാട്ട് നീലിനെയൊക്കെ വിചാരിച്ച് പേടിക്ക്, സ്കിൻ വോക്കറിനൊക്കെയാണ് അത്ര പേടി. ഏറ്റവും കുറഞ്ഞത് ഒരു വെള്ളസാരി കണ്ടിട്ട് പേടിക്കുകയാണെങ്കിലും അതിനകത്ത് കാര്യമുണ്ട്. പറഞ്ഞിട്ട് കാര്യമില്ല, പണ്ടത്തെ കുട്ടികളുടെ മനസ്സിനെ കയറി ഭരിച്ചിരുന്ന കള്ളിയങ്കാട്ട് നീലി ഇവർക്ക് അറിയാഞ്ഞിട്ടാണ്. മോളുണ്ടായപ്പോൾ എനിക്ക് ചില കാര്യങ്ങൾ നിർബന്ധം ഉണ്ടായിരുന്നു. അതിലൊന്ന്, പ്രേതകഥകളിലേക്ക് ആക്സസ് കൊടുക്കില്ല എന്നായിരുന്നു. പക്ഷേ ഞാൻ പറഞ്ഞു കൊടുത്തില്ലെങ്കിലും സമൗ ഇതുമാരത്തെ ഈ സ്കിൻ വോക്കറിനെയും അങ്ങനെയുള്ള കുറച്ച് ഐറ്റംസിനെയും അവൾ നേരിട്ട് തന്നെ മനസ്സിലാക്കുകയും പേടിക്കുകയും ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. ഞങ്ങൾ ലോക കാണാൻ പോയപ്പോൾ ഈ ക്യാരക്ടർ പറയില്ലേ, നീലി, കള്ളിയങ്കാട്ട് നീലിന്ന്. അപ്പോൾ ഇവള് ചോദിക്കുകയാണ് അതെന്താ എന്ന് എന്നോട്. എനിക്ക് എന്തൊരു പുച്ഛാന്ന് പറയാം അന്നേരം അവളോട് തോന്നിയത്. ഇതൊക്കെയാണ് ഞങ്ങളുടെ കാലത്തുണ്ടായിരുന്ന സംഭവമാണ് ഇതൊക്കെ ഈ കാണുന്നത്. ജെൻസി മിഴിച്ചിരിക്കുമ്പോൾ നമുക്കൊക്കെ ഗൂസ് ബംസ് അല്ലേ. അങ്ങനെ എത്ര കഥകൾ കേട്ടാൽ നമ്മളൊക്കെ വളർന്നിരിക്കണേ. ഒക്കെ വെറുതെയാണെന്ന് അറിയാം, അത് അവർക്കും അറിയാം കേട്ടോ. പക്ഷെ പേടിക്കാൻ എന്തോ ഒരു രസമല്ലേ. ഞങ്ങൾ ചെറുപ്പത്തിലേ കസിൻസൊക്കെ ആയിട്ട് വെക്കേഷൻ അങ്ങനെ ആഘോഷിക്കുമ്പോൾ ചിലപ്പോൾ ഞങ്ങൾ പറയും പ്രേതമായിട്ട് കളിക്കാമെന്ന്. രാത്രി കാലങ്ങളിലാണ് അങ്ങനത്തെ പരിപാടികൾ നടത്തുക, അപ്പോഴല്ലേ അതിൻ്റെ ഒരു ഇതുള്ളൂ. എന്നിട്ട് ഒരാൾ പ്രേതാവും, ബാക്കി എല്ലാവരും കൂടെ റൂമിനകത്ത് കട്ടിലും അവിടെയൊക്കെ ആയിട്ട് കെട്ടിപ്പിടിച്ചിങ്ങനെ കിടക്കും. എന്നിട്ട് ഒരാളെ പിടിക്കും, അത് ആരെയായിരിക്കും പിടിക്കുക എന്നൊക്കെ ആലോചിച്ച് ഇങ്ങനെ വെറുതെ പേടിക്കുക. അങ്ങനെ പേടിക്കണേൽ ത്രില്ല് കണ്ടെത്തിയിരുന്ന ആൾക്കാരായിരുന്നു. അത് എന്ത് പ്രാന്താന്ന് ഇപ്പോഴും അറിയില്ല കേട്ടോ. പണ്ട് ഇവിടെ വർക്ക് ചെയ്യുന്ന കാലത്ത് കേട്ടോ, അന്ന് ഞാൻ ഇവിടെ ഒരു PG ഹോമിലാണ് താമസിക്കണേ. 3 ഫ്ലോർ ഉണ്ട്, ഏറ്റവും ടോപ്പിൽ ടെറസ്. ഒരു ദിവസം സന്ധ്യയ്ക്ക് കുറച്ച് ഇരുട്ടായിട്ടുണ്ട്. അപ്പം ഞാൻ ടെറസിലേക്ക് ഒന്ന് കോൾ ചെയ്തുകൊണ്ട് അങ്ങനെ പോയതാണ്. അവിടെ ഒരു കോർണറിലേക്ക് തിരിഞ്ഞപ്പോൾ ഞാൻ കണ്ടൊരു കാഴ്ചയുണ്ട്. അത് കണ്ടിട്ട് ഞാൻ സകല ദൈവങ്ങളെയും വിളിച്ചിട്ട്, എൻ്റെ അമ്മയും ഒക്കെ വിളിച്ചിട്ടുണ്ട്. എന്നിട്ട് ഞാൻ താഴത്തേക്ക് എങ്ങനെ ഓടിയെത്തിയെന്ന് എനിക്കിപ്പോഴും അറിയില്ല. ഓടി റൂമിലേക്ക് എത്തിയപ്പോഴത്തേക്ക് റൂംമേറ്റ്സ് എന്താ ചോദിക്കുമ്പോൾ അപ്പോഴാണ് ഞാൻ ഇങ്ങനെ ഒന്ന് റിവൈൻഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്, എന്താണ് ഞാൻ അവിടെ കണ്ടതെന്നുള്ളത്. സംഗതി പിന്നെ എനിക്ക് മനസ്സിലായി. അവിടുത്തെ ഏതോ ഒരു ഗേള് അവിടെ ഒറ്റയ്ക്ക് ഇരുന്നിട്ട് ഫോണിൽ എന്തോ ടെക്സ്റ്റ് ചെയ്യോ മറ്റാണ്, ഇരുട്ടല്ലേ. അപ്പോൾ ഈ ലൈറ്റ് മുഴുവൻ മുഖത്തേക്ക് അടിക്കുമ്പോൾ ഞാൻ പെട്ടെന്ന് എക്സ്പെക്റ്റ് ചെയ്യാത്ത ഒരാൾ ഈ ഒരു അവസ്ഥയെ കണ്ടപ്പോഴത്തേക്ക് നിങ്ങൾക്കൊന്ന് ഊഹിക്കാമല്ലോ എങ്ങനെയായിരിക്കും എൻ്റെ അവസ്ഥ ഉണ്ടായിട്ടുണ്ടാവുമെന്ന്. ഏകദേശം മാന്നാർമത്തായിൽ ഇന്നസെൻറ്റിൻ്റെ ഒരു ഓട്ടമില്ലേ, അങ്ങോട്ടും ഇങ്ങോട്ടും. എനിക്ക് ഉറപ്പിച്ച് പറയാം അതിനേക്കാളും ഭീകരമായിരുന്നു എൻ്റെ ഓട്ടം എന്നുള്ളത്. എനിക്ക് ആലോചിക്കുമ്പോൾ തൊലി ഉരിഞ്ഞു പോകാറുണ്ട്. കാരണം എന്തുറക്കം അമ്മേനെ വിളിച്ചിട്ടാണെന്നറിയാം ഞാൻ ഓടിയത്. എന്താണെങ്കിലും ചെറുപ്പത്തിൽ പേടിക്കാൻ വേണ്ടി രസിക്കാൻ വേണ്ടി പേടിച്ചെങ്കിലും ഞാൻ ശരിക്കും പേടിച്ചിട്ടുള്ള ഒരു ഇൻസിഡൻറ്റ് അതായിരുന്നു കേട്ടോ. എല്ലാം മനസ്സിൻ്റെ തോന്നലാന്നൊക്കെ അറിയാം, മനുഷ്യനല്ലേ. കുറേ നല്ല തോന്നലുകളുടെ കൂട്ടത്തിൽ ഇതുപോലത്തെ ചില ഡാർക്ക് തോന്നലുകളും ഇടയ്ക്കിടയ്ക്ക് കയറി വരും, അത്രയേ ഉള്ളൂ.